Hello friends, welcome to Shana's Recipes. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനും ക്രിസ്മസും ഒക്കെ വരുമ്പോഴും ഗസ്റ്റുകൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇനി ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബിരിയാണി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു 4 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ പകുതി സവാള എടുത്ത് പൊരിച്ചെടുക്കണം, അതായത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ബാക്കി പകുതി സവാള നമ്മൾ മസാലയ്ക്ക് എടുക്കും. അപ്പോൾ ഒരു 4 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 5ഓ 6ഓ എടുക്കാം. സവാള മസാലയ്ക്ക് അനുസരിച്ച് എടുക്കുക. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് 2 പച്ചമുളക്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ എനിക്ക് ഒരുപാട് എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇതൊക്കെ ഇനി നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ ഏകദേശം ഒരു 3/4 കിലോ ഉണ്ട്. ഒരു 6 വലിയ പീസ് ചിക്കനാണ്. നമ്മുടെ ബിരിയാണി കട്ട് ചെയ്തിട്ടുള്ള വലിയ പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പറയുന്ന അളവ് ഈ ഒരു 3/4 കിലോ ചിക്കൻ മസാലയ്ക്കുള്ള അളവാണ് കേട്ടോ ഞാനീ പറയണത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൂടിയാലോ കുറഞ്ഞാലോ മാറ്റം വരുത്തുക. അപ്പോൾ പിന്നെ എടുത്തിരിക്കുന്ന അരി എന്ന് പറയുന്നത് സെല്ല റൈസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ബസ്മതി റൈസ് എടുക്കാം. അതുപോലെ ബിരിയാണി അരി കിട്ടില്ലേ, അതെടുക്കാം. ഇത് കുറച്ചുകൂടി മന്തി അതുപോലെ അറബിക് റൈസുകളൊക്കെ ചെയ്യുന്ന അരിയാണ്. കുറച്ചുകൂടി കട്ടി ഉണ്ടാവും. ബസ്മതി റൈസ് ആണെങ്കിൽ കുറച്ചുകൂടി തിന്നായിരിക്കും. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് എങ്കിലും കുതിർത്തണം. ഒരു അരമണിക്കൂറിൽ കൂടുതൽ കുതിർത്തണ്ട. 20 മിനിറ്റ് എങ്കിലും മിനിമം ഒന്ന് കുതിർത്തി വെക്കണം. കുറച്ചധികം വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഒരിക്കലും കഴുകാതെ സോക്ക് ചെയ്ത് വെക്കരുത്. നല്ലോണം കഴുകി അതിൻ്റെ ആ ഒരു പശയൊക്കെ പോയതിന് ശേഷം 20 മിനിറ്റ് നേരം കുതിർത്തി വെക്കുക. എന്നിട്ട് വേണം നമുക്കിത് വേവിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളെല്ലാ ബിരിയാണിയിലും ചെയ്യുന്ന പോലെ തന്നെ ഗാർണിഷ് ചെയ്യാനും അതുപോലെ തന്നെ മസാലയിൽ ഇടാനുമായിട്ടുള്ള സവാള ഒന്ന് പൊരിച്ച് വെക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ 2 വലിയ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞ 2 വലിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് കൊടുത്തത് സൺഫ്ലവർ ഓയിലിലേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിനി നെയ്യ് ഒഴിച്ച് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സൺഫ്ലവർ ഓയിലാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ബിരിയാണിക്ക്. നെയ്യ് അല്ലാതെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലിട്ട് ആരും ഫ്രൈ ചെയ്യരുത്, അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ സൺഫ്ലവർ ഓയിലിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ഒലിവ് ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് മസാലയിൽ ഇടുമ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ അതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കുറച്ച് നേരം മാത്രം ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് നേരം ഒന്നും ഇത് ഫ്രൈ ചെയ്യണ്ട. ജസ്റ്റ് ഒരു 1 മിനിറ്റിൽ താഴെ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ആ ക്യാരറ്റ് ഒന്ന് കളർ മാറി വന്നോളും. ആ ഒരു പച്ച ചുവ ഒന്ന് മാറി കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുക. ഇനി ഞാൻ കുറച്ച് കിസ്മിസ് കൂടി എടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കാഷ്യൂനട്ട് കൂടി ഇട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഇടുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിപ്പാടി ഇട്ട് കഴിഞ്ഞാൽ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടാൽ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നല്ലപോലെ അതിൽ മോയ്സ്ചർ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തപ്പോൾ വേണം എണ്ണയിലേക്ക് ഇതിടാനായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് നമ്മൾ നേരത്തെ സവാള വറുത്തിട്ടുള്ള ആ എണ്ണ ഉണ്ടല്ലോ, ഓയിൽ, അതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 സവാള, ബാക്കി ഉണ്ടായിരുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. ഒരു 5 സവാളയാണ് എടുത്തതെങ്കിൽ പകുതി വറുത്തും വയ്ക്കുക, പകുതി മസാലയ്ക്ക് വേണ്ടിയിട്ടും എടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. വേവിക്കാൻ നേരത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വഴണ്ട് വന്നു. അപ്പോൾ ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട. ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 15
അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആവശ്യമില്ല, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേണം. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുക്കുക, നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് പച്ച തക്കാളി എടുത്താൽ ഒരു പുളിപ്പ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് പഴുത്ത തക്കാളി എടുത്താൽ പെട്ടെന്ന് തന്നെ അതൊന്ന് വെന്ത് വഴണ്ട് കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, ആ ഒരു പുളിപ്പ് അധികം വരില്ല. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വെക്കണം. അപ്പോൾ അടച്ച് വെക്കുന്ന സമയത്ത് ഇത് നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടും. ആ തക്കാളി എല്ലാം അതിലേക്ക് നല്ലോണം ഒന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന സമയം വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പൊടികളും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു മസാലയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിതിൽ വേറെ ബിരിയാണി മസാലയോ അതുപോലെ ഒന്നും ചേർത്തിട്ടില്ല, ഗരം മസാല തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഗരം മസാല ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത്, ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞതിൻ്റെ നീര് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പിസ്ത ഉണ്ടല്ലോ, അതായത് സവാള പൊരിച്ച് വെച്ചത്, ഫ്രൈ ചെയ്ത സവാള, അതിൽ നിന്ന് പകുതി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പകുതി കറിവേപ്പില കൂടി വറുത്തത് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള സവാളയും അതുപോലെ കറിവേപ്പിലയും ക്യാരറ്റും എല്ലാം അവിടെ വെക്കണം, അത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ എടുക്കുന്നതാണ്. ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ ചിക്കൻ നല്ലോണം കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ച് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 750 ഗ്രാം വരും, അതായത് 6 പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല, നേരത്തെ സവാള വേവിക്കാനായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിക്കുക. അപ്പോൾ മസാലയ്ക്ക് ഉപ്പ് വേണം, അതുപോലെ തന്നെ ചോറിന് ഉപ്പ് വേണം. അപ്പോൾ കൂടി പോകാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം ഇടുക. ഇനി അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി, പശുവിൻ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി, മീഡിയം ടു ലോ ഫ്ലെയിമിൽ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കാം. ചോറ് റെഡിയാക്കാൻ വേണ്ടി കുറച്ചധികം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ചിട്ടില്ല, തിളയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഒരു 4-5 ഏലക്ക, ഒരു 6-7 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒരുപാട് സ്പൈസസ് ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ തന്നെ മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുസമ്പിയുടെ തൊലിയാണ്. നമ്മൾ സാധാരണ ഈ മലബാർ ഏരിയയിലൊക്കെ ഉള്ള സുർബിയാൻ റൈസിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെയുള്ള തൊലി, മുസമ്പി അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ മുസമ്പിയുടെ തൊലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ നമ്മുടെ ചോറിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ കിട്ടും. നല്ലൊരു ടേസ്റ്റ് മേക്കർ കൂടിയാണ് കേട്ടോ ഇത് ബിരിയാണി വെക്കുന്നതിൽ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അല്ലാതെ ഈ കല്യാണങ്ങൾക്കൊക്കെ ബിരിയാണി വെക്കുമ്പോൾ നാരങ്ങ ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഇത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നല്ലോണം കഴുകി വാർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 1.5 കപ്പ് അരിയാണ്. 1.5 കപ്പ് സെല്ല റൈസാണ്. ഇവിടെ ഒരു 3 പേർക്കുള്ള അളവാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ ഈ അളവിൽ എടുത്താൽ ഏകദേശം ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള ചോറാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് അളവനുസരിച്ച് എടുക്കുക. ചില അരിക്ക് ചോറ് വെന്ത് വരുമ്പോൾ കൂടുതലുണ്ടാവും, ചില അരിക്ക് കുറവായിരിക്കും. ഏകദേശം ഒരു 7 മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഒരു 90% നന്നായിട്ട് വെന്തതിന് ശേഷം ചോറങ്ങ് ഊറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് വേണം ഊറ്റി വയ്ക്കാനായിട്ട്. സ്പൈസസൊക്കെ അതിലിടാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് മസാലയിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് നേരം ലോ ഫ്ലെയിമിലും വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോഴേക്കും എൻ്റെ ചോറും നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഊറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചോറിൽ നെയ്യൊന്നും ഉണ്ടാവില്ല. ഇനി ചോറ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ചോറ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ തന്നെ അങ്ങ് മിക്സ് ചെയ്തത്. ഇത് വളരെ ചെറിയ പാത്രമാണ്, പക്ഷേ കുറച്ച് ചോറും അതുപോലെ തന്നെ കുറച്ച് മസാല ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ അങ്ങ് ദം ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഗാർണിഷ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുള്ള സവാള പൊരിച്ചതും, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും, അതുപോലെ കിസ്മിസും വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 കളർ ചേർക്കുന്നുണ്ട്. ഇത് ഫുഡ് പെർമിറ്റഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് റെഡ് കളറും അതുപോലെ തന്നെ യെല്ലോ കളറുമാണ്. അപ്പോൾ വളരെ കുറച്ച് ഒരു പിഞ്ച് കളറ് പൊടിയാണ്, അതൊന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞ കളറും കൂടി എടുത്തിട്ടുണ്ട്. ലെമൺ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്, ആ റൈസിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഗസ്റ്റിനൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊരു കളർ മാറിയിരിപ്പുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. കാണാനായിട്ടുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അത് എല്ലായിടത്തും ഒഴിക്കേണ്ട, കുറച്ചിടങ്ങളിൽ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചോറും ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കളറൊക്കെ വാങ്ങുവാണെങ്കിൽ തന്നെ അത് ആർട്ടിഫിഷ്യൽ കളേഴ്സാണ്. അപ്പോൾ വാങ്ങുമ്പോൾ അത് പെർമിറ്റഡ് ആണോ, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടോ, അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളർ ആണെങ്കിൽ മാത്രം വാങ്ങുക. നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുക, പൈസ നോക്കി വാങ്ങരുത്. എപ്പോഴും പെർമിറ്റഡ് ആണോ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് മാത്രം ഫുഡ് കളറൊക്കെ സെലക്ട് ചെയ്യുക. നമ്മൾ ഇതുപോലെ കുറച്ചാണ് ഇടുന്നതെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ നല്ലത് മാത്രം എടുക്കുക കേട്ടോ. ഇനി അത് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ഗാർണിഷിങ്ങിനുള്ള സാധനങ്ങൾ കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മുരിച്ച് വെച്ചിട്ടുള്ള സവാള, ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് നമ്മൾ നേരത്തെ സവാള ഒന്ന് മുരിച്ച് വെച്ച ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിലുണ്ടല്ലോ, അതാണ് ഇതിന് മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചോറ് ഊറ്റിയാണ് എടുത്തിട്ടുള്ളത്. ഊറ്റിയെടുക്കുന്ന സമയത്ത് ചോറ് നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. ഒന്ന് ആറിക്കഴിയുന്ന സമയത്ത് ചോറ് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിൽ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. രണ്ടായാലും കുഴപ്പമില്ല, ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല, നെയ്യ് ഒഴിച്ചാലും കുഴപ്പമില്ല. നെയ്യ് നമ്മൾ ഓൾറെഡി മസാലയിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓയിൽ എടുത്തത്. അപ്പോൾ ആ മസാലയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ നെയ്യുടെ ചൊവ്വയൊക്കെ നമ്മുടെ ബിരിയാണിയിലേക്ക് നന്നായിട്ട് വരും. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് വെച്ചതിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ ചോറും ആ മസാലയും കൂടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ആ ദം ചെയ്തതൊക്കെ നല്ലോണം അത് റെഡിയായി വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് മൈദ വെച്ച് ദം ചെയ്യണമെങ്കിൽ ദം ചെയ്യാം. അതുപോലെ തന്നെ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ദം ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ വെറുതെ ഒന്ന് ദം ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഒരുപാട് ആവിയൊന്നും പുറത്തേക്ക് പോവില്ല ലോ ഫ്ലെയിമിലായതുകൊണ്ട്. അപ്പോൾ ദം ചെയ്തെടുത്ത ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 20 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ചോറാണ്. അപ്പോൾ ചോറ് വേറെ, അതുപോലെ തന്നെ താഴെയുള്ള മസാല വേറെ ആയിട്ടാണ് ഇവിടെ വിളമ്പിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറാണ്. സെല്ല റൈസ് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരിക്കലും ചോറ് ഡ്രൈ ആയിട്ടൊന്നും ഇരിക്കുന്നുണ്ടാവില്ല. അത് ദം ചെയ്തത് കൊണ്ടും അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചത് കൊണ്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറായിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ചിക്കൻ്റെ മസാല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിനും അതുപോലെ ഈ വെക്കേഷനും ഒക്കെ ട്രൈ ചെയ്യുക. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.